السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا كريم. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. ربنا اجعلنا لك شكارين لك ذكارين لك رهابين لك مطواعين مخبتين إليك واهين منيبين. ربنا تقبل توبتنا واغسل حوبتنا وأجب دعوتنا وسدد لساننا വസ്ലുൽ സഖീമത സുദൂരിന യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഏകദേശം ഒരു വർഷം മുമ്പ് ആരംഭിച്ച നമ്മുടെ അൽ ഖവാഇദുൽ ഫിഖ്ഹിയ എന്ന് പറയുന്ന കർമ്മശാസ്ത്രത്തിലെ ഒരു വിജ്ഞാന ശാഖയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലെ ഒരു ചെറിയ കിതാബാണ് നമ്മൾ ആരംഭിച്ചത്. അതിലിനി വളരെ കുറച്ച് മാത്രമാണ് നമുക്ക് വായിച്ച് പഠിച്ച് മനസ്സിലാക്കാനുള്ളത്. അതിൻ്റെ ഏകദേശം അധിക ഭാഗങ്ങളും നമ്മൾ പഠിച്ച് അല്ലെങ്കിൽ നമ്മളിവിടെ വായിച്ച് പോയിട്ടുണ്ട്. ഇന്ന് ഇൻഷാ അല്ലാഹ് 44-ാമത്തെ ബൈത്ത് തൊട്ടാണ് നമ്മുടെ ഖായിദകൾ ആരംഭിക്കുന്നത്. 1, 2, 3, 4 ഖായിദകൾ കഴിഞ്ഞാൽ നമ്മുടെ ഈ കിതാബ് അവസാനിക്കും. പരമാവധി ഇന്ന് തന്നെ വളരെ ചുരുക്ക രൂപത്തിൽ ഈ 4 ഖായിദകളും പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 44-ാമത്തെ ബൈത്ത് وَإِن تَسَاوَى الْعَامَلَانِ اجْتَمَعَا وَفِعْلُ إِحْدَاهُمَا فَاسْتَمِعَا. ബൈത്തിന്റെ അർത്ഥം, 2 അമലുകൾ തുല്യമായി വന്നാൽ, എന്നിട്ട് അവ ഒരുമിച്ച് ഒരേ സമയം വന്നു, രണ്ടും ഒരേ ദർജയിലുള്ള അമലുകളാണ് അല്ലെങ്കിൽ ഒരേ പോലെയുള്ള അമലുകളാണ്, അവ ഒരുമിച്ച് ഒരേ സമയം വന്നാൽ, വഫിഅലു ഇഹ്ദാഹുമ, ഏതെങ്കിലും ഒരു അമൽ ചെയ്താൽ തന്നെ, അങ്ങനെ ചെയ്താൽ മതിയാകുന്നതാണ്, നീ കേട്ടുകൊള്ളുക എന്നതാണ് ബൈത്ത്. ഒരേ ജിൻസിൽപ്പെട്ട, അഥവാ നിസ്കാരമാണെങ്കിൽ അതേ ജിൻസിൽപ്പെട്ട വേറൊരു നിസ്കാരം, രണ്ടിൻ്റെയും മഖ്സൂദ് ഒന്നാണ് എങ്കിൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാവുന്നതാണ് എന്നാണ് ഈ ബൈത്തിന്റെ അർത്ഥം. നമ്മൾ പൊതുവെ കേട്ടിട്ടുണ്ടാകും, ഉദാഹരണങ്ങൾ പറയുമ്പോൾ നമുക്ക് വ്യക്തമാകും. ഒരാൾക്ക് കീഴ്വായു പോയാൽ ഒളു എടുക്കണം, വേണമല്ലോ, വേണം. അപ്രകാരം തന്നെ മറ്റൊരു ഒളുവിനെ മുറിക്കുന്ന അയാൾ മൂത്രം ഒഴിച്ചു, അയാൾ എന്ത് ചെയ്യണം? ഒളു എടുക്കണം. അതല്ലെങ്കിൽ ഒന്നുവിനെ മുറിക്കുന്നതായ മറ്റെന്തെങ്കിലും ചെയ്തു, കുറേ കാര്യങ്ങൾ ചെയ്തു, ഇതിനെല്ലാം പാടെ അയാൾ എന്തെടുത്താൽ മതി? ഒരൊറ്റ വുദു എടുത്താൽ മതി. ഒരു ദിവസം അയാൾ കുളിക്കാൻ നിൽക്കുകയാണ്. കുളിക്കുമ്പോൾ വെള്ളിയാഴ്ചയാണ്, അയാൾക്ക് ജനാബത്തുണ്ട്. ജനാബത്ത് കുളി നിർബന്ധമായ ആളാണ്, വലിയ അശുദ്ധി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ച അദ്ദേഹം രാവിലെ കുളിക്കുന്ന സമയത്ത് 2 നീയത്തും ഉണ്ടെങ്കിൽ, ജനാബത്ത് കുളിയുടെ നീയത്തും വെച്ചു, അപ്രകാരം തന്നെ വെള്ളിയാഴ്ച കുളിയുടെ മുസ്തഹബായ കുളിയുടെ നീയത്തും വെച്ചാൽ രണ്ടും വീടുന്നതാണ്. ഇത് നമ്മുടെ ദീൻ തരുന്ന വലിയൊരു സൗകര്യമാണ്. നമുക്ക് നീയത്തുകളെ കൊണ്ട് കുറേ ഇബാദത്തുകളുടെ കൂലി കിട്ടുക. ഒരു കർമ്മം കൊണ്ട് കുറേ ഇബാദത്തുകൾ ഉദ്ദേശിക്കുമ്പോൾ അത്രയും ഇബാദത്തുകളുടെ കൂലി നമ്മൾക്ക് തരിക. അൽഹംദുലില്ലാ. മറ്റൊന്ന്, പള്ളിയിൽ കയറി തഹിയ്യത്തുൽ മസ്ജിദ് 2 റക്അത്താണ്, സുബഹിന്റെ 2 റക്അത്തുണ്ട്. 2 റക്അത്ത് നിസ്കരിച്ച് അയാൾ ഇത് 2 നിയ്യത്ത് വെച്ചു.
പള്ളിയിൽ കയറി തഹിയ്യത്തിന് നിയ്യത്തും വെച്ചു. അപ്രകാരം തന്നെ സുബഹയ്ക്ക് മുമ്പുള്ള 2 റക്അത്തിന്റെ നിയ്യത്തും അദ്ദേഹം വെച്ചാൽ രണ്ടും അയാൾക്ക് ലഭിക്കുന്നതാണ് എന്ന് ശറഅ് പഠിപ്പിക്കുന്നു. ഇനി കുറച്ചും കൂടി നിങ്ങൾ കേട്ട് പരിചയമില്ലാത്തൊരു മസല പറയാം. ഒരാൾ നിസ്കാരത്തിന് കൈകെട്ടി ഫാത്തിഹ ഓതുന്ന സമയത്ത് അയാൾ തുമ്മി. ഫാത്തിഹന്റെ ആദ്യത്തെ ആയത്ത് എന്താ? ബസ്മല കഴിഞ്ഞാൽ അൽഹംദുലില്ലാ. അയാൾ നിയ്യത്ത് വെച്ചു. തുമ്മിയാലുള്ള ഹംദും ഇതിലൂടെ വിടണം നിയ്യത്ത് വെച്ചാൽ രണ്ടും കിട്ടും. ആ സമയത്ത് തന്നെ തുമ്മണം. അങ്ങനെ സാഹചര്യം വന്നാൽ, ഇനി ഒരാൾ ഈ അച്ചിദാലിന് പോണ സമയത്ത് തുമ്മി, അവിടെ ഇനി പ്രത്യേകം വേറെ നിസ്കാരത്തിൽ അൽഹംദുലില്ലാ പറയാലോ. തുമ്മിയാൽ അൽഹംദുലില്ലാ പറയാം. നിസ്കാരത്തിൽ ഇർഹമുക്കുല്ലാ എന്ന് പറയരുത്. മറ്റൊരാളോട് നമ്മൾ തശ്മീത്ത് ചെയ്യരുത്. എന്ത് പറയാ? അൽഹംദുലില്ലാ പറയാം. അപ്പൊ നിസ്കാരത്തിൽ ഒരാൾ എഴുതാനുള്ള സമയത്ത് തുമ്മി കൈ താഴ്ത്തിയപ്പോൾ റബ്ബനാ ലക്കൽ ഹംദ് പറഞ്ഞു ആണല്ലോ നമ്മൾ പറയാ. അല്ലെങ്കിൽ എഴുതാനുള്ള സമയത്ത് റബ്ബനാ ലക്കൽ ഹംദ് നമ്മൾ പറയാലോ. അത് മതിയാകുന്നതാണ്. ഇനി 2 കാര്യങ്ങൾ മറന്നു. സഹവിന്റെ സുജൂദിന്റെ സമയത്ത് 2 കാര്യങ്ങൾ മറന്നിട്ടുണ്ട്. എത്ര സുജൂദ് ചെയ്യണോ? ഒരൊറ്റ സുജൂദ് കൊണ്ട് വീടുന്നതാണ്. അപ്പൊ അതാണ് പിന്നെ ഈ വിഷയത്തിലുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ടാകും. ഇതിന് ഫുഖാക്കൾക്കിടയിൽ തദാഖുലുൽ ഇബാദാത്ത്, ഇബാദത്തുകൾ പരസ്പരം വരിക എന്ന് പറയും. ഇനി ഇവിടെ ഇതിന് തെളിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിന്റെ വേളയിൽ ഖിറാൻ ചെയ്യുന്നവർക്കും അതേപോലെ തന്നെ ഖിറാൻ ചെയ്ത 2 ഹജ്ജും ഉംറയും പാടെ കൂട്ടി ചെയ്യാനുള്ള ഒരു പരിപാടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഖിറാൻ എന്നാണ് അതിന് പറയാ. ചില ആളുകൾ ഹജ്ജ് മാത്രം ചെയ്യുന്ന ആളുകൾ, ചില ഹജ്ജ് ഉംറ ചെയ്ത ആളുകൾ ഹജ്ജ് ഉംറയും ചേർത്ത് ചെയ്ത ആളുകളുണ്ട്. അതിൽ ചില ഇബാദത്തുകളൊക്കെ പരസ്പരം മതിയാകുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമാണ് അതിനൊരു പ്രധാനപ്പെട്ട തെളിവ്. ഇനി ഇവിടെ നിബന്ധനകളുണ്ട്. ഈ വിഷയത്തിന് ചില നിബന്ധനകളുണ്ട്. നമുക്കിന്ന് കുറച്ചൊരു 5 മിനിറ്റ് അധികം എടുത്തൂടെ? ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ഖത്മ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രയാസം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ബുധനാഴ്ച ആക്കും ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഒന്ന്, ഈ ഇബാദത്തുകൾ ഒരേ ജിൻസായിരിക്കണം. ഞാൻ 2 റക്അത്ത് നിസ്കരിച്ചാൽ സുന്നത്ത് നോമ്പ് വിടൂല. കാരണം ഒന്ന് നിസ്കാരാണ്, ഒന്നെന്താണ്? നോമ്പാണ്. ഒരേ ജിൻസായിരിക്കണം. പിന്നെ ഒരേ അമലായിരിക്കും. 2 റക്അത്താണെങ്കിൽ 2 റക്അത്താണ്. ഞാൻ 2 റക്അത്ത് നിസ്കരിച്ചാൽ 4 റക്അത്തിന്റെ എന്ത് വിടൂല? വിടൂല. പിന്നെ രണ്ടും മഖ്സൂദും ബിദ്ദാത്താകരുത്, അല്ലെങ്കിൽ മഖ്സൂദും ലിദ്ദാത്താകരുത് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരാള് ളുഹറിന് മുമ്പ് 4 റക്അത്ത് റാത്തിബത്ത് സുന്നത്തുണ്ട്. എത്ര റക്അത്തുണ്ട്? 4 റക്അത്ത്. അപ്പൊ ഒരാൾ വന്ന് 2 റക്അത്ത് നിസ്കരിച്ചു. ഈ 4 ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നു, ഈ 2 മറ്റേ 2 അത് പറ്റൂല. കാരണം ആ 2 റക്അത്ത് ഉണ്ടാകണമെന്നും ശറഅ് പറയുന്നു, അടുത്ത 2 റക്അത്ത് ഉണ്ടാകണമെന്നും ശറഅ് പറയുന്നു. അതുകൊണ്ടാണ് 4 ആയത്. മഖ്സൂദും ബിദ്അത്താകണം. രണ്ടും മഖ്സൂദും ബിദ്അത്താകരുത്. ഇപ്പൊ തഹിയ്യത്തുൽ മസ്ജിദ് പോലെ 2 റക്അത്ത് നിസ്കാരം ഉണ്ടാകണം എന്നുള്ളൂ. പള്ളിയിൽ 2 റക്അത്ത് നിസ്കാരം ഉണ്ടാകണം, അല്ലെങ്കിൽ പള്ളി കയറി നിസ്കാരം ഉണ്ടാകണം. അത് നമ്മൾ റാത്തിബത്ത് സുന്നത്തിലൂടെ വീടും. അതേപോലെ ളുഹാ നിസ്കാരവും പിന്നെ ഈ രൂപത്തിൽ റവാത്തിബുകളും പിന്നെ ആ സമയം എന്തായാലും ഉണ്ടാകൂല. എന്നാലും ഖളാ വീട്ടുമ്പോഴൊക്കെ സ്ഥിരം ചെയ്യുന്നവർക്കാണെങ്കിൽ അങ്ങനെ ഒരു വകുപ്പുണ്ടല്ലോ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഖളാ വീട്ടുന്ന ഇബാദത്താവാൻ പാടില്ല, അല്ലെങ്കിൽ തബ് ഇബാദത്താവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരാൾ മറന്നുപോയി നിസ്കാരം, ളുഹർ മറന്നു, അങ്ങനെ പോവാലോ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ളുഹറാണ് മറന്നുപോയി, അസറിന്റെ സമയത്താണ് ആൾക്ക് ഓർമ്മ വന്നത്, എന്ത് നിസ്കരിച്ചിട്ടില്ല, ളുഹർ നിസ്കരിച്ചിട്ടില്ല. അപ്പൊ അയാൾക്ക് അസറിന് 4 റക്അത്ത് എന്തായാലും നിസ്കരിക്കണം.
ളുഹറിന് 4 റക്അത്ത് നിസ്കരിക്കണം. അപ്പോൾ അയാൾ വിചാരിക്കുകയാണ് ഇത് രണ്ടും ഒരേ ജിൻസാണ്, ഒരേ റക്അത്താണ്. അപ്പോൾ ഞാൻ എന്ത് വിചാരിക്കുക, ളുഹറും അസറും പാടെ അത് പറ്റൂല, ഖളാഇന്റെ വകുപ്പിൽ പറ്റൂല. അതാണ് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് ഓർമ്മപ്പെടുത്താണ്. പിന്നെ ഒരു ജംഇന്റെ അതാണ് തബ്അ പറഞ്ഞത്. തബ്അ പറഞ്ഞാൽ ഇപ്പം നമ്മൾ ജമ്മാക്കി സ്കരിക്കാം ളുഹ്റു അസർ യാത്രക്കാരൻ. അപ്പോൾ അയാൾ വിചാരിക്കണം എനിക്ക് 2 റക്അത്ത് മതി, അതിലുള്ള ളുഹറും പോയി അസറും പോയി. അങ്ങനെ നമുക്ക് ഈ കൂട്ടിയടിക്കണ പരിപാടി കൂടുതലായതുകൊണ്ട് അങ്ങോട്ട് ഇതില്ല. അപ്പോൾ ഉള്ളത് ഏത് ഇല്ലാത്തത് ഏത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ റവാത്തിബിന്റെ സുന്നത്തും ഇസ്തിഖാറത്തിന്റെ നിസ്കാരവും പറ്റുമോ എന്നൊരു മസല ഉണ്ട്. ഇത് ഖിലാഫുള്ള മസലയാണ്. ഇസ്തിഖാറത്തിന്റെ നിസ്കാരം നമുക്കറിയാം, നമുക്കൊരു വിഷയത്തിൽ ഒരു പ്രത്യേക തീരുമാനത്തിലെത്താൻ പറ്റണില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹിനോട് എന്ത് ചെയ്യും, പ്രാർത്ഥിക്കും. ഒരാൾ റവാത്തിബിന്റെ സുന്നത്ത് ഇതുമ്പാടെ കൂട്ടി നിസ്കരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ രണ്ടും മഖ്സൂദ് ലിദാത്താണ്. അഥവാ സുന്നത്തുൽ ഇസ്തിഖാർക്ക് 2 റക്അത്ത് വേറെ തന്നെ ഉണ്ടാകണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ട് തദാഖുൽ ആകൂല. അപ്പോൾ ഇത് തദാഖുൽ ഇബാദത്ത് എന്ന വലിയ മസല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം നമ്മുടെ നീയത്തിന്റെ പവറാണ്. ഒരാൾ വന്നിട്ട് 2 റക്അത്ത് സുന്നത്ത് മാത്രമാണ് അയാളുടെ മനസ്സിലെങ്കിൽ അതിന്റെ കൂലി കിട്ടുള്ളൂ. എന്നാൽ ഒരാൾ വന്നിട്ട് 2 റക്അത്ത് സുന്നത്തും വിചാരിച്ചു, അപ്രകാരം തഹിയ്യത്തുൽ മസ്ജിദ് വിചാരിച്ച രണ്ടിന്റെയും കൂലി അയാൾക്ക് ഇൻഷാ അല്ലാഹ് കിട്ടുന്നതാണ്. അപ്പൊ നീയത്തിന്റെ പവറാണ് നമ്മൾ പ്രധാനമായിട്ട് ഇതിൽ മനസ്സിലാക്കേണ്ടത്. അതേപോലെ ദീനിന്റെ ഒരു ഫضല്, നമ്മൾ ഒറ്റ ഇബാദത്ത് ചെയ്യുമ്പോഴേക്ക് പല ഇബാദത്തുകളുടെ കൂലി ആര് തരുന്നു, ദീൻ തരുന്നു. ഒരാൾ ഉള്ളു എടുക്കുമ്പോൾ വിചാരിക്കണം പിന്നെ ശുദ്ധിയാകുന്ന അള്ളാഹ്ക്ക് ഇഷ്ടമാണല്ലോ, ഇന്നല്ലാഹു യുഹിബ്ബുത് തവ്വാബീൻ വയുഹിബ്ബുൽ മുതത്വഹിരീൻ. അപ്രകാരം അത് റസൂലുള്ളാഹിന്റെ സുന്നത്താണെന്ന് നിയത്ത് വെക്കുകയാണ്. അപ്പൊ സുന്നത്തിന് ഇത്തിബാ ചെയ്യാന്നുള്ള അമലാണ് ഞാൻ ചെയ്യുന്നത് എന്ന് മനസ്സിലുണ്ടാവുകയാണ്. അപ്രകാരം തന്നെ ഇതൊരു ഇബാദത്താണ്. ഞാനിപ്പോൾ നിസ്കരിക്കണമെങ്കിൽ എനിക്ക് എന്ത് വേണം, ശുദ്ധി വേണം. അങ്ങനെ ഇതൊക്കെ വിചാരിച്ച് ഈ 4-5 കാര്യങ്ങളൊപ്പം കൂട്ടി വിചാരിച്ചാൽ ഇതിൻ്റെ ഒക്കെ കൂലി ആർക്ക് കിട്ടുകയാണ്, ഈ നിയത്തുള്ള മനുഷ്യന് വിചാരിക്കണം. എന്നാൽ ഒരാൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ട് ഒരു കടമ കഴിക്കലാണെങ്കിൽ ഈ പറയുന്നതൊന്നും ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കുക. അതാണ് ഇതിലൂടെ ഷെയ്ഖ് ഉദ്ദേശിച്ചത്. وَإِن تَسَاوَى الْعَمَلَانِ اجْتَمَعَا وَفِعْلُ إِحْدَاهُمَا فَاسْتَمِعَا. ഇനി 45-ാമത്തെ ബൈത്ത് وَكُلُّ مَشْغُولٍ فَلَا يُشَغَّلُ مثاله المرهون والمسبل. കുല്ലു മഷ്ഗൂലിൻ, ഒരു ശുഗലിലാക്കപ്പെട്ട ഒന്ന് ലാ യുശഗലു, പിന്നെ അതിനെ വേറൊരു ശുഗലിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഒരു ജോലിയിൽ ഏർപ്പെട്ട ഒന്നിനെ വേറൊരു ജോലിയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഒരേ സമയം 2 എണ്ണത്തിലേക്ക് കൊണ്ടുപോകരുത്. അതിന് ഉദാഹരണമാണ് മിസാലുഹുൽ മർഹൂന്, പണയം വെച്ചത്, വൽ മുസബ്ബലു വഖഫ് ചെയ്തത്, അള്ളാന്റെ മാർഗത്തിൽ വഖഫ് ചെയ്ത് വെക്കാൻ. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഇപ്പൊ ഒരാള് തൻ്റെ വീട് വേറെ അടുത്ത് പണയത്തിന് വെച്ച്, അപ്പൊ ഇനി ഈ പണയത്തിന് വെച്ചത് ഒരാളുടെ അടുത്താണ്. അയാളുടെ സ്വാഭാവികമായിട്ട് പണയം വെക്കുമ്പോൾ എന്തെങ്കിലും പൈസ അങ്ങോട്ട് വാങ്ങിയിട്ടുണ്ടാവുമല്ലോ, വെറുതെ വെക്കൂലല്ലോ. ഇയാൾക്ക് ഇത് വേറൊരാൾക്ക് പണയം കൊടുക്കാൻ പറ്റുമോ? എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് എനിക്കൊരു 20 ലക്ഷം റുപ്യ വേണം, വെറുതെ കൊണ്ട് ഞാൻ പണയമായിട്ട് എന്ത് തരാ, എൻ്റെ വീട് നിങ്ങൾ എടുത്തോളി പണയമായിട്ട്, ഞാൻ തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്താൽ മതി, അതിനാണല്ലോ റഹ്ന് പറയാം. എന്നിട്ട് അയാൾ പോയി, നമ്മൾ പൈസ കൊടുത്ത അയാൾ പോയി. നമുക്ക് പൈസേൻ്റെ ആവശ്യം വന്നപ്പോൾ നമ്മൾ തന്നെ ചെയ്തു ഈ പരിപാടി. മൂപ്പരെ വീട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, പണയത്തിന് കൊടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ നമുക്ക് അതിമ വേറെ ശുഗലുകൾ, അതായത് അത് വിൽക്കുക, വേറെ പണി. കാരണം ഇതിപ്പോൾ ഒരു ജോലിയിൽ ഏർപ്പെട്ടു, അൽ മഷ്ഗൂലാണത്, അതിലായി ഷഗലും, അതിനി വേറെ ഷുഗലിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഇതിപ്പോൾ ഒരു ഇതിൽ നടക്കണം, ഒരു ഇടപാടിലുള്ളതാണിത്. ഇനി വേറെ ഇടപാടുക്ക് അതിനെ കൊണ്ടുപോകാൻ പാടില്ല ഇല്ല എന്നാണ് മനസ്സിലാവണം അള്ളാഹു. കാരണം അതിനി അയാളുടെ
അയാളുടെ നിബന്ധനകളൊക്കെ അനുസരിച്ചിട്ടാണ്. അൽ മുസ്ലിമൂന അലാ ശുറൂത്തിഹിം. ഇനി അൽ മുസബ്ബൽ, ഇപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ അള്ളാന്റെ മാർഗത്തിൽ ഒരു തോട്ടം അല്ലെങ്കിൽ ഒരു ഭൂമി വെച്ചു, പിന്നെ അത് പണയം വെക്കാൻ പറ്റില്ല. ശരി, നമ്മൾ ഇത് അള്ളാന്റെ മാർഗത്തിലാന്ന് പറഞ്ഞു, ഇത് പഠിച്ചവന്റെ മാർഗത്തിലുള്ളതാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അതെന്ത് ചെയ്യുക, വേറെ ആളെന്ന് പൈസ ഇട്ടാൻ വേണ്ടി പണയം വെക്കുക, അത് പറ്റൂല. അല്ലെങ്കിൽ അത് വിൽക്കാൻ പാടില്ല, കാരണം അത് വഖഫ് കൊണ്ട് മശ്ഗൂലായി. നമ്മൾ ഒരാളെ കൂലിക്ക് വിളിച്ച് ഒരു 5 മണി തൊട്ട് 7 മണി വരെ കൂലിക്ക് വിളിച്ച്, അതെന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാൻ നമ്മൾ അറിയണ മസലാണല്ലോ. ഇനി അയാൾ പറയാണ് ഇതേ സമയം അയാൾ അപ്പുറത്തെ പറമ്പിലും എന്ത് ചെയ്യാണ്, നമ്മളെ പറമ്പിൽ കളക്കണുണ്ട്, അപ്പുറത്തെ പറമ്പിലും ഈ സമയം തന്നെ കളച്ചു കൊടുക്കാൻ പറ്റൂല, കാരണം ഇയാൾ ഇപ്പൊ മശ്ഗൂലാണ്. ഇയാളുടെ ജോലി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൂലിക്ക് എടുത്തിട്ടുണ്ട്. ഈ ജോലി അയാൾ വേറൊരു അവസ്ഥയ്ക്ക് ശുഗലാക്കാൻ പാടില്ല. അതാണ് അതിലുള്ളത്. അതേപോലെ ഭാര്യ നമ്മൾ കല്യാണം കഴിച്ചാൽ വേറൊരാൾക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ? ഇല്ല, ഓളിപ്പം മശ്ഗൂലാണ്. ലാ യുശഗൽ അൽ മശ്ഗൂലു ലാ യുശഗൽ. ഓളിപ്പം ഒരു ഇടപാടിലുള്ളത് നമ്മളുമായിട്ട്. നമ്മൾ തലാക്കിയല്ലാലേ വേറെ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. അതൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. മശ്ഗൂൽ ലാ യുശഗൽ, ഒരു ശുഗലിൽ ഏർപ്പെട്ടതിനെ മറ്റൊരു ശുഗലിലേക്ക് ഏർപ്പെടാൻ പാടില്ല എന്നാണ് ചുരുക്ക രൂപം. ഇതാണ് അതിൻ്റെ ഈ പണയം വെക്കുന്നത്, അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഉദാഹരണം എന്ന് ഓർമ്മപ്പെടുത്താണ്. അതാണ് 45. വകുല്ലു മശ്ഗൂലിൻ ഫലാ യുശഗലു മിസാലുഹുൽ മർഹൂനു വൽ മുസബ്ബലു. അതാണ് 45. 46. വമൻ യുഅദ്ദി അൻ അഖീഹി വാജിബ ലഹു റുജൂഉ ഇന്നവായു താലിബാ. നമ്മൾ ഒരാൾക്ക് വേണ്ടി ഒരു വാജിബ് നിർവഹിച്ചു, ഒരാൾക്ക് വേണ്ടി ഒരു വാജിബ് നിർവഹിച്ചാൽ നമ്മൾക്കത് മടക്കാവുന്നതാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ പറ്റൂല. ഉദാഹരണത്തിന് ഒരാളുടെ ഭാര്യ, നിങ്ങൾ കേൾക്കണ്ടോ, ഒരു ഉദാഹരണം പറഞ്ഞാലാണ് അത് വ്യക്തമാകുക. അയാളുടെ ഭാര്യ നാട്ടിലുണ്ട്, അയാൾ പോയിട്ട് കുറേ കാലമായി. അപ്പം ചെലവിന് കൊടുക്കുക എന്നുള്ളത് ശരിക്കും ആരെ പണിയാ? ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കേണ്ടത് ആരെ വാജിബാ? ഭർത്താവിൻ്റെ വാജിബ. ഇയാളെക്കുറിച്ച് ഒരു അഡ്രസ്സും ഇല്ല, ഇയാളെക്കുറിച്ച് ഒരു അഡ്രസ്സും ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു, നാട്ടുകാർക്ക് കുറച്ച് പൈസ കൊടുത്തിട്ട് ഈ പെണ്ണിന് പൈസ കൊടുത്തു, ജീവിക്കാനുള്ള ചെലവിന് പൈസ കൊടുത്തു. എന്നിട്ട് നമ്മൾ നീയത്ത് വെച്ചെന്ത്, സെയ്ദ് മടക്കി തരണം. എപ്പോ ഈ കുഞ്ഞാപ്പ് മടങ്ങി വന്നാൽ ഓൻ എന്ത് ചെയ്യണം, പൈസ തിരിച്ചു തരണം എന്ന് വെച്ചാൽ, അപ്പൊ അത് സെയ്ദ് കൊടുക്കണം. സെയ്ദ് എന്ത് ചെയ്യണം, ആ പൈസ കൊടുക്കണം. നമ്മൾ വേറൊരാളുടെ വാജിബാണ് നിർവഹിച്ചത്. അതായത് ചിലപ്പോഴൊക്കെ സക്കാത്തുൽ ഫിത്രൊക്കെ വിചാരിച്ചോളെ, നമ്മൾ മറ്റാൾ അയൽവാസിന്റെ പൈസ നമ്മൾ വിളിച്ചിട്ടേ ഞാൻ എൻ്റെ പൈസ കൊടുക്കാറുണ്ട് എന്ന്, നമ്മളെന്താ നീയത്ത്, എന്താ നീയത്ത്? ഓൻ തിരിച്ചു തരാന്നുള്ള നീയത്തിലാണെങ്കിൽ തിരിച്ചു കൊടുക്കണം. കാരണം ഓൻ്റെ വാജിബ് ആര് നിർവഹിച്ചിക്കണേ, ഓൻ കൊടുത്തിക്കണല്ലോ. വാജിബ് ആരതാണോ ഓൻ്റെ തന്നെയാണ്. ഇനി നമ്മൾ മുജറദ് നമ്മളെ നീയത്ത് ഇഹ്സാനാണ്, അതായത് നന്മ ചെയ്യാൻ, മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതൊക്കെ ആണെങ്കിൽ പിന്നെ മറ്റവനെന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചു കൊടുക്കാൻ. ഓൻ തിരിച്ചറിയേണ്ട ആവശ്യമില്ല, പക്ഷെ ഓൻ്റെ വാജിബ് കിട്ടണം, ഓൻ്റെ വാജിബ് കിട്ടണം. നമ്മളെ പൈസ അല്ലല്ലാ. ഇനി നമ്മൾ വിചാരിച്ചത് സ്വതക്ക കൊടുക്കുക എന്ന് പറഞ്ഞല്ലോ, സ്വതക്ക കൊടുക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്താണ്. ഒരു ഭാര്യ, ഒരു പെണ്ണവിടെ വെറുതെ എടുക്കില്ല, നമ്മൾ സ്വതക്ക എന്ന നിലക്ക് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, തിരിച്ചു വാങ്ങാൻ നമുക്ക് വകുപ്പില്ല. നമ്മളെ നീയത്ത് എന്താണ്, ഇയാൾ തിരിച്ചു വരുമ്പോൾ പൈസ തരണമെന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചു തരാം, കാരണം അത് അയാളുടെ വാജിബാണ്. അതെല്ലാം അതിനപ്പം പ്രത്യേക ഒരു നീയത്ത് വേണ്ട ആവശ്യമില്ല. ചെലവഴിക്കുന്ന സമയത്ത് പ്രത്യേക നീയത്ത് ഒരാവശ്യമില്ല. പിന്നെ കടം വീട്ടിൽ കൊടുത്തു, നമ്മൾ ഒരാളുടെ കടം നമ്മൾ വീട്ടിൽ കൊടുത്തു, അയാൾ കുറേ കാലമായിട്ടില്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന അവസരങ്ങളല്ലേ. നമ്മളെ നീയത്ത് അയാൾ വരുമ്പോൾ എന്ത് ചെയ്യട്ടെ, എനിക്ക് തിരിച്ചു തന്നോട്ടെ എന്നാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, തിരിച്ചു തരണം. ഒരു സ്വതക്ക എന്ന നിലക്കാണെങ്കിൽ നമ്മൾക്ക് എന്താ അവകാശമില്ല,
വാങ്ങാൻ അവകാശവും ഇല്ല. അള്ളാന്റെ പടച്ചോനെ നിയ്യത്ത് വെച്ചിട്ടാണെങ്കിൽ ഒരിക്കലും അത് തിരിച്ചു വാങ്ങാൻ പാടില്ല. കാരണം സ്വതക്ക തിരിച്ചു വാങ്ങുന്നതിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഛർദ്ദിച്ചത് താൻ ഛർദ്ദിച്ചതിലേക്ക് തിരിച്ചു വരുന്ന നായ പോലെയാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമുക്ക് പറ്റൂല. ഇപ്പം നമ്മൾ പറഞ്ഞു ഇവിടെ പ്രത്യേക നിയ്യത്തിന്റെ ആവശ്യം ഇല്ല. ഈ ഭാഗത്തിൽ പ്രത്യേക എന്തിന്റെ ആവശ്യമില്ല? ഒരു നിയ്യത്തിന്റെ ആവശ്യം. അതായത് ഓൻ തിരിച്ച് അങ്ങനെ ഒരു പ്രത്യേക നമ്മൾ നിയ്യത്ത് വെച്ചിട്ടില്ലെങ്കിൽ എന്താ ചെയ്യാന്നുള്ളതുണ്ട്. പ്രത്യേക ഒരു നിയ്യത്തിന്റെ ആവശ്യമില്ലാത്ത കർമ്മങ്ങളാണ് ഇതൊക്കെ. അവിടെ കേട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി ഇതിലെ ഏറ്റവും അവസാനത്തെ കായിക, ഏറ്റവും അവസാനത്തെ വായിക്കല്ലേ ഇൻഷാ അല്ലാഹ്. ഏറ്റവും അവസാനം ഇൻഷാ അല്ലാഹ്. والوازع الطبعي عن العصيان كالوازع الشرعي بلا نكران. പ്രകൃതാലുള്ള നമ്മളെ തടയുന്ന വാസിഅകൾ, പ്രേരകങ്ങൾ ഉണ്ടാവും. അതായത് നമുക്ക് ചിലതിലേക്ക് നമ്മുടെ പ്രകൃതിയിൽ തന്നെ, മനുഷ്യ പ്രകൃതിയെ തന്നെ നമ്മൾ അതിലേക്ക് അടുക്കൂല. ഇത് യുക്തിവാദികൾക്കുള്ള നല്ല ഇതാണ്. നമ്മൾ ചില മനുഷ്യ പ്രകൃതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യൂല, ചില തെറ്റുകളിലേക്ക് അടുക്കൂല. ഷറഇന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ വാസിയകൾ വേറെ ഉണ്ടാകും പല വിഷയങ്ങൾക്ക്. അതിന് ചിലപ്പോൾ പ്രകൃതാൽ നമ്മളെ തടയുന്ന കാര്യങ്ങൾ ഉണ്ടാകും, ഷറആൽ തടയുന്ന കാര്യങ്ങൾ. രണ്ടും ഒരേപോലെ തന്നെയാണെന്നാണ് നിയമം. രണ്ടും ഒരേപോലെ തന്നെയാണെന്നാണ് നിയമം. അതായത് പിന്നെ ഒരാള് നമ്മുടെ മനസ്സിലൊരാൾക്ക് വിഷമുള്ള വസ്തുക്കൾ, നജസ് പോലുള്ള സാധനം നമ്മൾ കഴിക്കോ? ഇല്ല. അതെന്തുകൊണ്ടാണ് കഴിക്കാത്തത്? ഒന്ന് നമ്മളതിലേക്ക് ചെല്ലൂല, പ്രകൃതി തന്നെ എന്ത് ചെയ്യൂല, ചെല്ലൂല. അപ്പൊ ഇത് ശറഇലും അത് പരിഗണിക്കുന്നതാണ് എന്ന്. ദീനിലും എന്ത് ചെയ്യും, ഈ വിഷയം പരിഗണിക്കുന്നതാണ്, നമ്മൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് പൊതുവെ നമ്മുടെ മനസ്സ് പ്രത്യേകമായി അടുക്കാത്ത കാര്യങ്ങളെ ശറ അധികം വഈദുകൾ കാണൂല. എന്നാൽ മനസ്സ് പെട്ടെന്ന് തെറ്റിപ്പോകുന്ന കാര്യങ്ങൾക്ക് ഷറഇന്റെ വാസികൾ ഒരുപാട് ഉണ്ടാവുന്നതിനും. എല്ലാവരുടെ മനസ്സും പൊതുവെ അടുക്കാത്ത സാധനങ്ങൾക്ക് ഷറഅ് 1-2 നഹിയൊക്കെ പറയുള്ളൂ. എന്നാൽ മനസ്സ് പെട്ടെന്ന് അടുക്കുന്ന, ഇപ്പം മാലിയായ സാമ്പത്തികമായ ഇടപാടുകളുടെ ഹറാമുകളൊക്കെ ഷറഅ് നല്ല ശക്തമായി എന്ത് ചെയ്യും, പറയുകയും ചെയ്യും. കാരണം മനസ്സ് അങ്ങോട്ട് പെട്ടെന്ന് വിട്ടു. മനസ്സിൽ തന്നെ വെറുപ്പുള്ള കാര്യങ്ങൾ അത് ഷറഇനെ പോലെ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ പിന്നെ അതേപോലെ തന്നെ മനുഷ്യന്റെ ഭക്ഷണം കൊണ്ട് നമ്മൾ ആരെങ്കിലും നമ്മളുടെ മനോഹരം ചെയ്യൽ, ഇസ്തിൻജാ ചെയ്യോ? മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് ഒരു ചപ്പാത്തി എടുത്തിട്ട് ആരെങ്കിലും മൂത്രമൊഴിച്ച് ഭാഗം കഴിക്കോ? കേൾക്കോ? ഇല്ല. അതിന് പ്രത്യേകമായി നസ്സൊന്നും വന്നിട്ടില്ല. പക്ഷെ അത് ഷറഅ് എന്ത് ചെയ്യുന്നു, പരിഗണിക്കുന്നു. ഷറഇലെ നിയമം തന്നെയാണ് അത് എന്ന് പറയാണ്. അതാണ് ആ വിഷയത്തിൽ പ്രത്യേകം ഉള്ളത്. പിന്നെ വാസിഉ ശറഇ എന്ന് പറഞ്ഞാൽ ഷറഇന്റെ ഭാഗത്ത് നമ്മളെ തടയുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. കഷ്ടം എന്ത് ചെയ്യും, കൈ മുറിക്കും. അതേപോലെ തന്നെ വ്യഭിചരിച്ചാൽ എറിഞ്ഞു കൊല്ലും. അതേപോലെ തന്നെ ഉള്ള ശിക്ഷകളൊക്കെ ഒരുപാടുണ്ട്. കള്ള് പഠിച്ചാൽ ഇത്ര അടിയിട്ടും. ഇത് ഷറഇന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ നഫ്സിന്റെ ഭാഗത്തുനിന്ന് ത്വബഇലുള്ളത്. പ്രകൃതാൽ നമ്മൾ അത് ഷറഇന് അതേ വിധിയാണെന്ന് പറയാം. ഷറഇന് പലതിനും അതേ വിധിയാണ് എന്ന് മനസ്സിലാക്കുക. ഷറഇല് പല വിഷയങ്ങളും ഹറാമായത് ഈ വിഷയങ്ങളും കൂടെയാണ്. അത് പാലിക്കുന്ന സന്ദർഭങ്ങളുണ്ട്, നമ്മൾ അംഗീകരിക്കുന്ന മസലകളൊക്കെ ഉണ്ട്. ഒരു തെറ്റിൽ നിന്ന് നമ്മളെ വിട്ടു നിർത്തുന്ന ഘടകം, അതാണ് വാസിഅ. അത് പ്രകൃതാലുള്ള വാസിഅ. ഷറഇലുള്ള വാസിഅനെ പോലെ തന്നെയാണ്, അഥവാ ഷറഇൽ നമ്മളെ തടുക്കുന്ന കാര്യങ്ങളെ പോലെ തന്നെയാണ്. ബിലാ നുക്റാനി, അതിലാർക്കും എന്തില്ല, അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ല എന്ന് ദീൻ നമ്മളെ പഠിപ്പിക്കുക. നമ്മുടെ ദീന് ഷാമിലാണ്, അഥവാ ദീന് മുഴുവൻ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഉൾക്കൊള്ളുന്നുണ്ട്. എല്ലാത്തിനും കൃത്യമായ നയം എന്തിനുണ്ട്, ദീനുണ്ട്. ഒരു അഴകമ്പൻ ദീനല്ല നമ്മുടെ ദീന്. കാരണം ഈ ദീന് മനുഷ്യൻ
ഉണ്ടാക്കിയതല്ല. ശരീഅത്ത് ആരിൽ നിന്നാണ്? അള്ളാഹുവിൽ നിന്നാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ പറയപ്പെട്ട എല്ലാ നിയമങ്ങളും. ഒരുപാട് ഖായിദകൾ നമ്മൾ ചൊല്ലിയിട്ടുണ്ട്. 48-ാമത്തെ ബൈത്ത് വൽഹംദുലില്ലാഹി അലത്തമാമി ഫിൽ ബദ്ഇ വൽ ഖിതാമി വദ്ദവാമി. അവസാനം ഹംദുലില്ലാണ്. ഇത് പൂർത്തീകരിക്കാൻ സാധിച്ചതിന് അള്ളാഹുവിനോട് അൽഹംദുലില്ലാ. അത് ഫിൽ ബദ്ഇ തുടക്കത്തിലും അള്ളാഹ്ക്ക് തന്നെയാണ് ഹംദ്. ഫിൽ ഖിതാമി അവസാനിപ്പിക്കലും ആർക്ക് തന്നെയാണ് ഹംദ്? അള്ളാഹ്ക്ക് തന്നെയാണ് ഹംദ്. വദ്ദവാമി എപ്പോഴും ആർക്ക് തന്നെയാണ് ഹംദ്? അള്ളാഹ്ക്ക് തന്നെയാണ് ഹംദ്. ثم الصلاة مع سلام شائع على النبي وصحبه والتابعي. സ്വലാത്തും ചൊല്ലി ഒരു ഷായിആയ വ്യാപിച്ച സ്വലാത്ത് ഉണ്ടാകട്ടെ. ആർക്ക്? നബിക്കും നബിയുടെ അനുചരർക്കും അവരെ പിൻപറ്റിയവർക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അൽ ഖവായിദുൽ ഫിഖ്ഹിയ എന്ന് പറയുന്ന ഗ്രന്ഥം, ചെറിയ ഗ്രന്ഥം. ഇതന്നെ ഖവായിദുൽ ഫിഖ്ഹിന്റെ ഒരു അരികിലെത്തി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട്, ലോകമുണ്ട് ഫിഖ്ഹിന്റെ. നമ്മൾ പൊതുവെ ഫിഖ്ഹിന്റെ മസലകളാണ് പൊതുവെ ഫിഖ്ഹിൽ നമ്മൾ പഠിക്കുക. ത്വഹാറത്തിൽ വൃത്തിയാക്കുന്നിടത്തുള്ള മസലകൾ, അതേപോലെ സ്വലാത്ത് നിസ്കാരത്തിൽ, നോമ്പിൽ, ഹജ്ജിൽ, സക്കാത്തിൽ, അത് കഴിഞ്ഞിട്ട് കച്ചവടത്തിൽ, നിക്കാഹിൽ, അങ്ങനെ തുടങ്ങി ഒരു വലിയ മസ്ആയിലുകൾ, നമ്മുടെ നിത്യജീവിതത്തിലെ മസലകളാണ് നമ്മൾ പഠിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക. എന്നാൽ അതിനൊക്കെ അപ്പുറത്ത് ഈ ഫിഖ് മൊത്തം പഠിച്ച് ഈ ഫിഖിന്റെ മൊത്തം മസലകൾ വായിക്കുന്ന ഒരാൾക്ക് ഷറഇൽ നിന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് ഈ ഖായിദകളൊക്കെ. ഇങ്ങനെയാണ് ഓരോന്നും ഷറഅ് കണ്ടിട്ടുള്ളത്. ഇത് ഖായിദയാണ്, അതുകൊണ്ട് ഇത് എല്ലായിടത്തും പാലിക്കും. ഈ ഖായിദ അറിയുന്നവന് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അള്ളാഹു കൂടുതൽ പഠിക്കാൻ നമ്മൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തുടങ്ങാൻ ഒരു പക്ഷേ സാധിക്കുമായിരിക്കും, പക്ഷെ പൂർത്തിയാക്കാൻ സാധിക്കുക എന്നുള്ളത് അള്ളാഹിന്റെ വലിയൊരു നിഅമത്താണ്. എപ്പോഴും എന്ത് തുടങ്ങുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് തുടങ്ങിയത് പൂർത്തിയാക്കില്ല എന്ന് പറയലുണ്ടല്ലോ. എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കിത് പൂർത്തിയാക്കാൻ തൗഫീഖ് തന്നു. പൂർണ്ണമായി നമ്മളൊന്നും മനസ്സിരുത്തി പഠിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. പക്ഷെ നമുക്ക് ഇൻഷാ അല്ലാഹ് അവസരങ്ങളുണ്ട്. ഇങ്ങനെ ഒരു ലോകം ഉണ്ടെന്ന് പരിചയപ്പെടാനെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ ഒരു അവസ്ഥ നമുക്കുണ്ട്. ഇനിയും നമുക്ക് ഇതിൻ്റെ വിശദമായ കിതാബുകൾ മനസ്സിലാക്കണം, പഠിക്കണം. അദ്ദേഹം ഹംദ് ചൊല്ലിയിട്ടാണ് കിതാബ് അവസാനിപ്പിക്കുന്നത്. നമുക്കും അള്ളാഹുവിനോട് ഹംദ് തന്നെയാണ് എപ്പോഴും പറയാനുള്ളത്. ഫിൽ ബദ്ഇ വൽ ഖിതാമി വദ്ദവാമി, തുടക്കത്തിലും അവസാനത്തിലും എപ്പോഴും നഹ്മദുല്ലാഹ സുബ്ഹാനഹു വതആല അലാ മന്നിഹി വഫദ്ലിഹി ലിഇത്മാമി ഹാദൽ കിതാബ് വബാറകല്ലാഹു ഫീനാ വഫീകും വവഫഖല്ലാഹു ഇയാനാ ലിമാ യുഹിബ്ബു വയർദാ വൽഹംദുലില്ലാഹി ഫീ കുല്ലി ഹാൽ വൽഹംദുലില്ലാഹി അല്ലദീ ബിനിഅമതിഹി തതിമ്മു الصالحات فسبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.